എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കോവിൽവിള നമുക്ക് ഒരു നില വീട് നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു 35 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടാണ്. ഇത് വരുന്നത് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് ഈ വീട് വരുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. കിണർ വന്നിട്ട് നമുക്ക് ബോർബില്ലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കോവിലാണ് വീട് വരുന്നത്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 500 മീറ്റർ മാറിയാണ് നമുക്ക് വീട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാർ പോർച്ചാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ നമുക്ക് തിരുവനന്തപുരം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തു ബേസ്ഡ് ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്ക് ഈ വീട്ടിൽ 2ാമത്തെ നിലയിലുള്ള ബേസ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു നിലയും കൂടെ ചെയ്യാനേ ഉള്ളൂ. നമുക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റെയർ വന്നിട്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് 12 കിലോമീറ്റർ, ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 16 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ ഗ്ലാഡിംഗ് വർക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ തേയിലാണ്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വീടാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 500 മീറ്ററിൻ്റെ അകത്ത് മാത്രമേ വരുന്നുള്ളൂ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തുവർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലാവാണ്. ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്, വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഹാളിൻ്റെ സൈസ് വന്നിട്ട് 18ക്ക് 10 നമ്മുടെ ഹാളിൻ്റെ സൈസ് വന്നിട്ട്. നമുക്ക് ഡൈനിങ് സെക്ഷൻ ഇതിനോട് ചേർന്നാണ് നമുക്ക് ഡൈനിങ് സെക്ഷനും വരുന്നത്. നമുക്കിവിടെ 4 സീലിംഗ് ചെയ്തിട്ടില്ല, നമുക്ക് സ്പോട്ട് ലൈറ്റേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രശ്നം വരുന്നത്. ഹാളിൽ നമുക്ക് TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് കബോർഡ് വർക്ക്, നമ്മുടെ ബെഡ്റൂമിൽ ഒന്നും തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ കിച്ചണിൽ മാത്രമേ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യക്കാർക്കാണെങ്കിൽ നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് ഹാളിൽ തന്നെയാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് വന്നിട്ട്. വാഷ് ബേസിന് ഫിറ്റിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെറയാണ് ഫിറ്റിങ്സിന് വരുന്നത്. നമ്മുടെ ഹാളിൽ എന്ന് പറയുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വന്നിട്ട്. നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12ക്ക് 10 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. 3 ബെഡ്റൂം നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സീലിംഗിൽ സ്പോട്ട് ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിങ്സ് വരുന്നത് ഫുൾ നമുക്ക് സെറയാണ്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്ത് വരുന്ന ഹാളിൽ നിന്ന് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇവിടെ സൈസ് വന്നിട്ട് നമുക്ക് 12ക്ക് 10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് ലൈറ്റ് പിങ്ക് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്ക് വാഷ്റൂമും വരുന്നുണ്ട്. ഈ വാഷ്റൂം നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് ഫുൾ സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അടുത്തൊരു നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് ഹാളിൽ നിന്നും. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10ക്ക് 10 നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നില്ല. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെല്ലാം തന്നെ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ രീതിയിലാണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. നമുക്ക് വലിയൊരു കിച്ചണാണ് വരുന്നത്. നമുക്കിവിടെ 3 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത് നമുക്ക് മൾട്ടിവുഡും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനാണ് നമുക്ക് വരുന്നത്. നമുക്ക് 3 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിലോട്ട് നമുക്ക് വുഡിൻ്റെ ഡിസൈൻ വരുന്ന രീതിയിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓറഞ്ച് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് വരുന്നത്. നമുക്കിത് ഫുള്ള് നമുക്ക് വരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനാണ്. നമുക്കിത് ലോങ് ലൈഫാണ് നമുക്ക് ഗ്യാരണ്ടി പറയുന്നത്. നമുക്കിവിടെ നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു സ്പേസാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ ചെറിയ രീതിയിൽ ഒരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട്. നമുക്ക് ബാക്ക് സൈഡൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ബാക്കിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ട്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ കുടിവെള്ളത്തിന് കിണർ നമ്മുടെ ബോർബില്ലാണ് വരുന്നത്. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് ചെയ്യുന്ന വാസ്തു പ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്കിവിടെ 2 നിലയുടെ ബേസ്മെന്റ് ആണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ റോഡിൽ നമുക്ക് ഒരു 500 മീറ്ററിൻ്റെ അകത്ത് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ 12 കിലോമീറ്ററും എയർപോർട്ട് 16 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ
വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഈ വീടിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കോവിൽവിളയാണ് നമുക്ക് വീട് വരുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ വേൾഡ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ലോ ബഡ്ജറ്റിന്റെ ഇഷ്ടംപോലെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റിന്റെ ഇത്ര ബഡ്ജറ്റിന്റെ വീടായിരുന്നത് നമുക്കിപ്പോൾ സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത എന്തായാലും പുതിയൊരു ലോ ബഡ്ജറ്റ് വീഡിയോ ആണോ അതൊരിക്കലും എല്ലാവർക്കും ബൈ.